ആനന്ദപ്രദമായ പഠനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകർഷകമായ, അർത്ഥപൂർണമായ, ഉത്തേജിപ്പിക്കുന്നതെന്തോ അതാണ് നമുക്ക് എന്ത് തരുന്നത്? ആനന്ദം തരുന്നത്. ആനന്ദം പ്ലഷറിനെക്കാട്ടിലൊക്കെ വളരെ ഉയർന്ന ഒരു വാക്കാണ് കേട്ടോ, ആനന്ദം. ശരിക്കും ഒരു സ്വാമിമാർ, സന്യാസിമാർ, ഒരു ബ്ലിസ് എന്നൊക്കെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. അങ്ങനൊരു വാക്കാണ് ആനന്ദം. ശാരീരികമായ സംഭവം അല്ലത്, അത് മാനസികമായ, സ്പിരിച്വലായ ഒരു സാധനമാണ് ആനന്ദം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആനന്ദപ്രദമായ പഠനം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ, എന്നെ കണ്ണു തുറപ്പിക്കുന്ന ഒരു അനുഭവം ഞാൻ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു ഭയങ്കര ജീനിയസാണ്, ഭയങ്കര വായന, വായിക്കുമ്പം വലിയ ശ്രദ്ധ. പുള്ളി കഥകെ കൊട്ടിയാൽ പോലും പുള്ളി അറിയില്ല, ഇരുന്ന് വായിക്കുമ്പം അത്രയ്ക്ക് ഫോക്കസ്ഡ് ആയിട്ടാണ് വായിക്കുന്നത്. അപ്പം ഞാൻ ഈ കഥാപാത്രത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങളിങ്ങനെ വലിയൊരു വായനക്കാരനായത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത്? പിന്നെ പുള്ളി പറയുവാണ്, പുനലൂരായിരുന്നു കുഞ്ഞുനാളിലെ വിദ്യാഭ്യാസം. അവിടെ ഒരു സാറാണെന്ന് അതിൻ്റെ പിന്നിലെ കാരണം. ആ ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ നല്ലപോലെ വായിക്കുന്നവരാണ്, വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ്, വലിയ ഉയർന്ന ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടികളല്ല, വളരെ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളെ ഒരു അധ്യാപകൻ കത്തിച്ച തീയാണ്. എല്ലാ കുട്ടികളോടും ഭയങ്കരമായിട്ട് കൂട്ട്, പുള്ളിയുടെ പുസ്തകങ്ങളൊക്കെ കുട്ടികൾക്ക് വായിക്കാൻ കൊടുക്കുക, അവിടെ ഒരു ചെറിയ ലൈബ്രറി ഡെവലപ്പ് ചെയ്തു. അങ്ങനെ തുടങ്ങിയ ഒരു ശീലമാണ് വായന. പിന്നെ ആ വായനയുടെ സന്തോഷം, ആനന്ദം അനുഭവിക്കാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ജീവിതം എന്ത് ചെയ്തു പോയതാണ്, മാറിപ്പോയത്. അപ്പം ഞാൻ ചോദിച്ചു, താങ്കൾ മാത്രമാണോ അങ്ങനെ? അല്ല, ആ ക്ലാസ്സിലിരുന്ന മുഴുവൻ കുട്ടികളും വലിയ നിലയിലെത്തിയെന്ന്. ഒരധ്യാപകൻ കത്തിക്കുന്ന. അതുകൊണ്ടാണ് പ്ലൂട്ടാർക്ക് പറഞ്ഞത്, കുട്ടിയുടെ മനസ്സിൽ അറിവ് നിറച്ചു കൊടുക്കുന്നതല്ല വിദ്യാഭ്യാസം, ഉള്ളിലൊരു വിളക്ക് കത്തിച്ചു കൊടുക്കുന്നതാണ് വിദ്യാഭ്യാസം. ഒരു സ്പാർക്ക് നമ്മൾ കൊടുക്കുവാണ്. ആ സ്പാർക്കിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത്? ഒരു ഈ സോളമൻ സാർ എന്ന് പറഞ്ഞൊരു സാറ്, രാമേശ്വരം കടൽ തീരത്ത് ഒരു കൊച്ചുകുട്ടി, കോലൻ മുടി, ചുരുണ്ട മുടി, കറുത്ത നിറം, ഒട്ടും ആകർഷകമല്ലാത്തൊരു പേഴ്സണാലിറ്റി. ആ കുട്ടിയെ എടുത്ത് സാറ് പറയുവാണ്, നിൻ്റെ ഉള്ളിൽ 2 അഗ്നിച്ചിറകുകളുണ്ട്, നീ ആകാശം വരെ എന്ത് ചെയ്യണം, ഉയരണം എന്നെന്ത് ചെയ്യുകയാണ് പറയുകയാണ്. അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. എവിടെയാണ് മഹാത്മാഗാന്ധി ജനിച്ചത്? മഹാത്മാഗാന്ധി ജനിച്ചത് എന്താണ്, ആ ട്രെയിനിൽ നിന്ന് ചവിട്ടി തെറിപ്പിച്ച് പല്ലെല്ലാം പൊഴിഞ്ഞ് പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോഴാണ് മഹാത്മജി ജനിച്ചതെന്ന് GS പ്രദീപ്. സത്യമാണത്. കാരണം ഈ ഡിസ്ക്രിമിനേഷനെതിരെ പോരാടാൻ ഞാൻ എൻ്റെ ജീവിതം എന്ത് ചെയ്യുവാണ്, സമർപ്പിക്കുവാണ്. ഇത് ഒരു രീതിയിൽ നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്നൊരു സംഭവമല്ലെന്നുള്ള ഒരു തീരുമാനം, ആ ഒരു ബോധ്യം, അതിനുവേണ്ടി ഞാൻ എന്തു വിലയും കൊടുക്കും, ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഞാൻ എന്ത് ത്യാഗവും സഹിക്കും. കഴിഞ്ഞ ദിവസമൊക്കെ കുട്ടികൾ ഈ എൻട്രൻസിലൊക്കെ വന്ന അഴിമതിക്കെതിരെ സമരം ചെയ്യുമ്പം എന്താണ് ആ കുട്ടികളുടെ പ്രത്യേകത? എത്ര അടി കിട്ടിയിട്ടും, നന്നായിട്ട് നൊന്തിട്ടും, ദേഹം മുഴുവൻ വേദനിച്ചിട്ടും അവർ പിന്നെയും അടി കൊള്ളാൻ വേണ്ടി എന്ത് ചെയ്യുകയാണ്? ഇങ്ങനെയായിരുന്നു മഹാത്മാഗാന്ധി. ഒരു റൈറ്റായിട്ടുള്ളൊരു കോസിന് വേണ്ടി എന്താണ്. അപ്പോൾ ആ തീ, അഗ്നി കുട്ടികളുടെ എല്ലാം ഉള്ളിലുണ്ട്. മതപരമായ, രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങളുടെ എല്ലാം ഉപരിയായിട്ടുള്ള ആ ഉള്ളിലെ മനുഷ്യനെ, ഉള്ളിലെ ആ ഫയർ ഇഗ്നൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ദൗത്യം? അധ്യാപകൻ്റെ ദൗത്യം. അപ്പം എന്താണ്, അർത്ഥപൂർണമായി വൈകാരികമായ രീതിയിൽ അവർക്ക് റെസണേറ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ, ഭൗതികമായ ഒരു ഉത്തേജനം കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ ഉണ്ടാകണം. അല്ലാതുള്ള ദൈവമേ ഏതാ തുടങ്ങി, ഇനി എപ്പോൾ തീരും, അതുവരെ സഹനം തന്നെ എന്ന് വിചാരിക്കുന്ന ക്ലാസ് ആവരുത്. സാറ് കുറച്ച് നേരം കൂടെ ഇവിടെ നിന്നിരുന്നെങ്കിൽ എന്ന് കുട്ടിക്ക് തോന്നത്തക്ക രീതിയിലുള്ള ഒരു ആനന്ദപ്രദമായ അനുഭവങ്ങൾ. അതിനകത്ത് വലിയ ഇൻ്റർനാഷണൽ മാജിക് ഒന്നുമില്ല, ചെറിയ ഫണ്ടമെൻ്റൽസ് ആണ് പ്രിയപ്പെട്ട കൂട്ടുകാർ. എന്താണ് നമ്മുടെ സൈക്കോളജിക്കലി സൗണ്ടായിട്ടുള്ള പെരുമാറ്റം, പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അറ്റ്മോസ്ഫിയർ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്രീഡം. ആ പെൺകുട്ടി പറഞ്ഞത് കേട്ടില്ലേ ആ കാമുകനോട്, നിങ്ങൾ പോകൂ, എന്നെ ശല്യപ്പെടുത്താതെ, എനിക്ക് ശ്വസിക്കണമെന്നൊരു പെൺകുട്ടി പറയുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് എന്താവുകയാണ്, ഒരു ലയബിലിറ്റിയായി മാറുകയാണ് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അതുപോലെ ഒരു ലയബിലിറ്റി ആയിട്ട് ആര് മാറരുത്? അധ്യാപകൻ മാറരുത്. കാരണം അവർക്ക് ആ ഒരു ഫ്രീഡം, അവരുടെ ഡൈനാമിസം, നാച്ചുറലായിട്ടുള്ള ഒരു ഇത്. കിളിക്ക് പറക്കാൻ ചെറുകളുണ്ട്, തന്നെത്താനെ പറന്നോളും. ചെടിക്ക് വളരാൻ പറ്റും, തന്നെത്താനെ പൂവും കായ് വരും. നമ്മൾ കൂടെ നിന്നാൽ മതി. ഒരു ഗാർഡനറിനെ പോലെ അനന്തമായ ഒരു പ്രചോദനം, റെഡി, എപ്പോഴും പ്രതീക്ഷ.
നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഒരു വിദ്യാർത്ഥിനിയിൽ അധ്യാപകൻ്റെ പ്രതീക്ഷ നന്നായാൽ തന്നെ അവൻ നന്നാവും. അധ്യാപകന് പ്രതീക്ഷ തോന്നുവാണ്, ഈ കുട്ടി നന്നാവുമെന്ന് പ്രതീക്ഷ തോന്നി. ഇതിനെപ്പറ്റിയുള്ള ഗവേഷണങ്ങളൊക്കെ നടത്തിയത് റോബർട്ട് റൊസാന്താളാണ് കേട്ടോ. അത്ഭുതകരമായ റിസർച്ചാണ് റോബർട്ട് റൊസാന്താളിൻ്റേത്. എന്താണെന്നറിയാം, അദ്ദേഹം 15 സൈക്കോളജി വിദ്യാർത്ഥികളെ കൊണ്ടുവന്നു. എന്നിട്ട് 7 പേർക്ക് ഓരോ മുയലിനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനെ മൗസ് മൂവ്മെൻറ്റ് പഠിപ്പിക്കണം. വഴി കണ്ടുപിടിക്കുന്ന സാധനമുണ്ട്, ഒരിടത്ത് വിട്ട കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ വെള്ള മുയൽ എലിയാണ്, എലിക്കുഞ്ഞുങ്ങൾ എത്തണം. എലിക്കുഞ്ഞുങ്ങളാണ്. 7 പേർക്ക് ഓരോ എലിക്കുഞ്ഞുങ്ങളെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ എലിക്കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയും മെയ്സ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ബൈ ഹെറിഡിറ്റി ഇവർക്ക് നല്ല കപ്പാസിറ്റി ഉണ്ട്, അതുകൊണ്ട് ഇവർ വേഗത്തിൽ പഠിക്കും, നിങ്ങൾക്ക് നല്ല പ്ലഷറബിൾ ആയിരിക്കും നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ് ഓരോ എലിയെ കൊടുത്ത് 7 പേരെ വിട്ടു. അടുത്ത 7 പേരുടെ കയ്യിൽ വേറൊരു കൂട്ടിനകത്തുനിന്ന് വേറെ 7 എലികളെ കൊടുത്തു. ആ കൂട്ടിൻ്റെ മുകളിൽ മെയ്സ് ഡൾ എന്ന് എഴുതിയിട്ടുണ്ട്, മറ്റേ കൂട്ടിൻ്റെ മുകളിൽ മെയ്സ് ബ്രൈറ്റ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് ഇവരോട് പറഞ്ഞു, നിങ്ങളുടെ എലികൾ അവരുടെ അപ്പനും അമ്മയും മെയ്സ് മൂവ്മെൻറ്റ് ചെയ്തിട്ടുള്ള എലികളല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ടഫായിരിക്കും വർക്ക്, എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ വിടുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ മിക്കവാറും ഇതുങ്ങളൊന്നും പഠിക്കാൻ പോകുന്നില്ല, എങ്കിലും എക്സ്പെരിമെൻറ്റ്സിന് വേണ്ടി 2 ആഴ്ച നിങ്ങൾ ട്രൈ ചെയ്യണം. 2 ആഴ്ച കഴിഞ്ഞ് ഈ കുട്ടികൾ 14 പേരും തിരിച്ചു വരുവാണ്. ആദ്യത്തെ 7 പേരുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചിരിക്കുവാണ്. അവർ പറയുവാണ്, സാറ് പറഞ്ഞത് കറക്റ്റ്, ഭയങ്കര വേഗതയിൽ എലികൾ എന്ത് ചെയ്തു, ചലിച്ചു. വളരെ വേഗതയിൽ അവരെത്തി ഡെസ്റ്റിനേഷൻ. എറേഴ്സ് കുറഞ്ഞു വന്നു. വളരെ വേഗതയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചത്. രണ്ടാമത്തെ 7 പേര് പറഞ്ഞു, സാറ് പറഞ്ഞത് കറക്റ്റ്. കാരണം എന്താണ്, ഈ മന്ദബുദ്ധികളെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച് ഞങ്ങൾ എന്ത് ചെയ്തു, കഷ്ടപ്പെട്ടു, ഇതുങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, മൂവ് ചെയ്യുന്നില്ല. ആദ്യത്തെ ടീം പറയുവാണ്, സാർ ഇതിങ്ങളുടെയൊക്കെ കാലിൽ വീല് ഘടിപ്പിച്ചതുപോലെ ആയിരുന്നു, ഇത് വളരെ വേഗതയിൽ മൂവ് ചെയ്ത്. രണ്ടാമത്തെ ആൾ പറയുവാണ്, കൊന്നിട്ടും അനങ്ങുന്നില്ല സാർ, എത്ര വിചാരിച്ചിട്ടും ഇവരെന്ത് ചെയ്യുന്നില്ല, ഇവർ എഫേർട്ട് എടുക്കുന്നില്ല. അപ്പം റോബർട്ട് റൊസാന്താൾ പറഞ്ഞു, ഈ എലികളുടെ പരീക്ഷണം നടത്താൻ മാർക്കറ്റ് തോറും ഞാൻ നടന്നു. അവസാനം ഒരു ചന്തയിൽ നിന്ന് എനിക്ക് 14 എലികളെ കിട്ടി. ഞാൻ 2 കൂടുണ്ടാക്കി, ഒന്നിൽ ബ്രൈറ്റ് എന്നും ഒന്നിൽ ഡള്ളെന്നും എഴുതി. ഒരു എലിയെ എടുത്ത് ബ്രൈറ്റിലിട്ടു, അടുത്തതിനെ എടുത്ത് ഡള്ളിലിട്ടു. അങ്ങനെ 7 പേരും 2ആയിട്ട് വെറുതെ ഡിവൈഡ് ചെയ്ത് തന്നതാണ്. ഇത് മെയ്സും അല്ല, ബ്രൈറ്റും അല്ല, ഡള്ളും അല്ല. ഇവരുടെ ഒന്നും അപ്പനെ അമ്മൂമ്മയെ ഒന്നും എനിക്ക് ഒട്ടും എന്ത് അറിയത്തുമില്ല. ഇതെവിടെയാണ് ഈ മാജിക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പം അങ്ങനെ ഉണ്ടാകുന്ന തിയറിയാണ് തിയറി ഓഫ് എക്സ്പെരിമെൻ്റർ ഇഫക്റ്റ്. ആരാണോ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത് അവരെന്ത് റിസൾട്ടാണോ ആഗ്രഹിക്കുന്നത് അതിലേ തന്നെ റിസൾട്ട് മൂവ് ചെയ്തു വരും. റിസർച്ചിനകത്ത് ഇതിനകത്തൊരു ബയസ്, ഒരു എറർ എന്നൊക്കെ വേണേൽ നമുക്കിതിനെ പറയാം. നമ്മൾ എക്സ്പെരിമെൻ്റൽ റിസർച്ചൊക്കെ ചെയ്യുമ്പം നമ്മൾ എന്ത് റിസൾട്ടാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ റിസൾട്ട് വരും. അധ്യാപകൻ എന്താണോ ആഗ്രഹിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്, അതുപോലെ ബിഹേവിയർ ആരുടെ കയ്യിൽ നിന്ന് വരും, കുട്ടികളുടെ കയ്യിൽ. എന്നിട്ട് ഈ റോബർട്ട് റൊസാന്താൾ ഈ പരീക്ഷണം കുട്ടികളിൽ നടത്തി. ഒരു സ്കൂളിലോട്ട് ചെന്ന് റാൻഡമായിട്ട് കുറച്ച് കുട്ടികളെ തിരഞ്ഞെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ സൈക്കോളജിക്കലായിട്ടുള്ള കുറേ നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ട് നിങ്ങളുടെ സ്കൂളിലുള്ള ഏറ്റവും കിടിലം 20 കുട്ടികളെ നമ്മൾ എന്ത് ചെയ്തിരിക്കുവാണ്, തിരഞ്ഞെടുത്തിരിക്കുവാണെന്ന് ആരോട് പറഞ്ഞു? പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും പറഞ്ഞു. എങ്ങനെ പിള്ളേരെ തിരഞ്ഞെടുത്തത്? മൊത്തം കുട്ടികളുടെ 1200 കുട്ടികളിൽ നിന്ന് റാൻഡമായിട്ട് 20 എണ്ണം ടിക്കറ്റ് കൊടുത്തതാണ്. പക്ഷേ ഈ പിള്ളേരെ ഭയങ്കര നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടി ഒരാഴ്ച ചിലവഴിച്ചു. എന്നിട്ട് ഇവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു. എന്നിട്ട് ആ ലിസ്റ്റിനകത്ത് വെറുതെ ടിക്കറ്റ് കൊടുത്തതാണ് 20 പേരെ. പക്ഷേ അടുത്ത ദിവസം മുതൽ ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പറയുവാണ്, ഞങ്ങളിടത്ത് 20 കഥാപാത്രങ്ങളുണ്ടല്ലോ, അവർ ഭാവിയിൽ അമേരിക്കയെ നയിക്കാൻ പോകുന്ന കഥാപാത്രങ്ങളൊക്കെയാണെന്ന് പ്രിൻസിപ്പലിനോടും ടീച്ചേഴ്സിൻ്റെ അടുത്തും പറഞ്ഞു. അപ്പോഴത്തേക്ക് ടീച്ചേഴ്സിനെല്ലാം എന്തു തോന്നി? ആ പിള്ളേരുടെ അടുത്ത് ഭയങ്കര സ്നേഹം, ബഹുമാനം, ഭാവി വലിയ ആളുകളൊക്കെ ആകാൻ പോകുന്ന കഥാപാത്രങ്ങളാണ്. പഠിക്കാൻ ഒന്നും അറിയാത്ത കുട്ടിയാണെന്നുണ്ടെങ്കിലും അവനോട് ടീച്ചറിന് സ്നേഹം വന്നു, അവന് അവസരം കൊടുക്കാൻ വേണ്ടി തുടങ്ങി, അവനെപ്പറ്റി പ്രതീക്ഷ വന്നു, അവന് പ്രോത്സാഹനം കൊടുക്കാൻ വേണ്ടി തുടങ്ങി. 6 മാസം 8 മാസം കഴിഞ്ഞിട്ട് ഈ പിള്ളേരുടെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചു. ഭയങ്കര ലീപ്പ്. എന്താ കാര്യം? ഇവർ ഭയങ്കര കിടിലങ്ങളാകാൻ പോകുന്നു എന്ന് ടീച്ചേഴ്സിന് മനസ്സിലായപ്പോഴത്തേക്ക് ടീച്ചേഴ്സിൻ്റെ അവരോടുള്ള മനോഭാവം എല്ലാം എന്ത് ചെയ്തു? മാറി, പോസിറ്റീവായി. അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ തുടങ്ങി, ചോക്കെടുക്കാൻ അവരെ വിടാൻ തുടങ്ങി, ചോദ്യം ഇവരോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി ഒരു കുട്ടി തെറ്റായ പ്രോജക്റ്റ് ചെയ്തുകൊണ്ട് വരുവാണെന്നുണ്ടെങ്കിലും ടീച്ചർ പറയുക, സാരമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇങ്ങനെയുള്ള സമീപനം വന്നു ടീച്ചേഴ്സിന്. കുട്ടികൾ മെച്ചപ്പെട്ടു പോയി.
അപ്പം ടീച്ചറിൻ്റെ സ്വഭാവവും പരിഗണനയും മനോഭാവവും മാറുന്നതിനനുസരിച്ച് കുട്ടിക്ക് ഭയങ്കരമായ മാറ്റങ്ങളുണ്ടാവും. എന്താണ് പഴയ രീതി? എന്താണ് പഴയ രീതി? കണ്ണ് വില്ല് പോലെ വളച്ചു വെച്ച് ചിരിക്കൂല, മിണ്ടൂല, എപ്പോഴും ഒരു ടെററായിട്ട് ആര് നിൽക്കുവാണ്? ടീച്ചർ. എന്താണ് അച്ചടക്കം? സാറ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു അനക്കവും മിണ്ടാട്ടവും ഒന്നുമില്ലെന്ന്. അത് അച്ചടക്കമാണോ? അല്ല. പുതിയ രീതി എന്താണ്? കുട്ടികളെ പങ്കെടുപ്പിക്കുക, കൂട്ടുകൂടുക, മിണ്ട്, കളി. എന്തെങ്കിലും തെറ്റുപറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെയിൽ ഈസ് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. റെഡി? അപ്പോൾ എന്താണ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കലാം പറയുക. ഇത് ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അത് പറ്റത്തില്ലെന്നല്ല, അതിന് സമയമായിട്ടില്ല എന്നർത്ഥം. സമയമായില്ല പോലും കവിത. റെഡി? സ്വാമിജി എടുത്ത് പറയുക, സ്വാമിജി ഈ ജീവിതം ഇങ്ങനെ വഴിതെറ്റിപ്പോയ പെൺകുട്ടി എനിക്ക് എപ്പോഴെങ്കിലും സ്വാമിജിയെ കാണണമെന്ന് പറയുക. അപ്പോൾ സ്വാമിജി പറയുവാണ് സമയമായില്ല പോലും, സമയമായിട്ടില്ല എന്ന് പറയുവാണ്. അവസാനം എപ്പോഴാണ് പോയി കാണുന്നത്? അപ്പോഴേ പോയി കാണുന്നത് വെച്ചാൽ ആളുകളെല്ലാം കൂടെ ഉപദ്രവിച്ച് ശരീരം മുഴുവൻ കീറി മുറിച്ച് ശരീരത്തിനകത്തുള്ള ചില ശരീരഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് രക്തത്തിൽ കുടിച്ച് കിടക്കുന്ന സമയത്താണ് സ്വാമി എന്ത് ചെയ്യുന്നത്? സന്ദർശിക്കുന്നത്. എന്നിട്ട് മോക്ഷത്തിൻ്റെ മാർഗങ്ങൾ എന്ത് ചെയ്യുക? പറഞ്ഞു കൊടുക്കുക. വന്ന വഴികളിൽ പറ്റിയ അപജയങ്ങളൊന്നും മോക്ഷത്തിന് എന്തല്ല, വിഘാതമല്ല. ഇപ്പോൾ ഒരു മനപരിവർത്തനം ചെയ്താൽ തന്നെ മോക്ഷത്തിലോട്ട് പോകാമെന്ന് പറഞ്ഞു കൊടുക്കാൻ സ്വാമി എപ്പോഴാണ് വന്നത്? നേരമാണ് വന്നത്. ഇതിനു മുമ്പ് പുള്ളിക്കാരി നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് നല്ല മുല്ലപ്പൂവൊക്കെ ഇട്ട് സ്വാമിജിയെ സ്വീകരിക്കാൻ വേണ്ടി എന്തിരുന്നു? പലതവണ കാത്തിരുന്നു. അപ്പോൾ സ്വാമിജി പറയുവാണ് സമയമായില്ല, സമയമായില്ല പോലും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഏത് മൊമെൻ്റാണ് നമുക്ക് കിട്ടുന്നതെന്ന് അറിയത്തില്ല. മേ ബി ഒരു കുട്ടി കോപ്പി അടിക്കുന്ന സമയമായിരിക്കും നമുക്ക് കിട്ടുന്ന മൊമെൻ്റ്. അവനെ പിടിക്കാൻ, അവനെ അടുത്ത ലെവലിലോട്ട് കയറ്റിവിടാൻ. അപ്പോൾ എന്താണ്? അവൻ്റെ തെറ്റൊന്നും ഒരു പ്രോബ്ലമല്ല. തെറ്റൊക്കെ നമുക്ക് ഒരു പുതിയ ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. പിന്നെ ജീവിതഗന്ധിയായിട്ടുള്ള അനുഭവങ്ങൾ വേണം എന്ത് ചെയ്യാൻ? കൊടുക്കാൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പം ആ വർക്കിനകത്ത് എന്തു വേണം? ഒരു ലൈഫ് വേണം. പിന്നെ കുട്ടി ശിശു കേന്ദ്രീകൃതമായ ഒരു പഠന രീതിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലേണിംഗ് പ്ലസൻ്റ് ആവും. എന്താണ്? എംപവർ ചെയ്യുന്ന ഒരു എൻവയൺമെൻറ്റ് ബിൽഡ് ചെയ്യണം. ഡൈനമിക് ആയിട്ടുള്ള ബോധന രീതികൾ നമ്മൾ കൊണ്ടുവരണം. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അവരെ കേൾക്കണം, അവരെ റെസ്പെക്റ്റ് ചെയ്യണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് അവരെ വിലയിരുത്തണം. ലൈഫ് ലേണിങ് ഒരു സെലിബ്രേഷനാക്കി മാറ്റണം. ഓരോ അറ്റംപ്റ്റുകൾക്ക് പോലും നമ്മൾ എന്ത് കൊടുക്കണം? പ്രോത്സാഹനവും പ്രചോദനവും കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ സാധ്യതകൾ എത്ര പരിമിതമാണ്. നമ്മളൊരു ടീച്ചറാവും, അല്ലെങ്കിൽ ഒരു കോളേജ് പ്രൊഫസറാവും, ചിലപ്പോൾ ഒരു പ്രിൻസിപ്പലാവും. പക്ഷേ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുട്ടിയോ അവനവൻ്റെ 3 കൂട്ടുകാരുടെ കൂടെ ചേർന്ന് അവൻ ബൈജൂസ് ആപ്പ് തുടങ്ങും, ചിലപ്പം അവൻ സൈലം തുടങ്ങും, അവൻ അൺഅക്കാഡമി തുടങ്ങും. മനസ്സിലായോ? റെഡി? അതാണ് റോമൻ സൈനി. ആരാണ് റോമൻ സൈനി? റോമൻ സൈനി MBBS ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് IAS ടോപ്പറായിട്ട് IAS ഓഫീസറായിട്ട് പാസ്സായി. IAS ഓഫീസറായിട്ട് ചെയ്ത് 2 വർഷം കഴിഞ്ഞ് IAS രാജിവെച്ച് പുറത്തോട്ടിറങ്ങി. എന്നിട്ട് അൺഅക്കാഡമി തുടങ്ങി. അൺഅക്കാഡമി അവൻ കൂട്ടുകാരോടൊപ്പം ചേർന്ന് അൺഅക്കാഡമി ബിൽഡ് ചെയ്തു. ഇപ്പോൾ അൺഅക്കാഡമി എന്താണ്? 30,000 crore വിലയുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? ഈ കേരളത്തിൽ പോലും അൺഅക്കാഡമി വളരെ സ്ട്രോങ് ആണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് എന്ത് ചെയ്തു? മാറി. അപ്പോൾ എങ്ങനെയാണിത് സംഭവിക്കുന്നത്? നിരന്തരമായ ഒരു സ്കാഫോൾഡിങ് ഒരു അധ്യാപകന് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ബാക്കി എല്ലാവരും എന്തോ പറയും. ഒരു ചെറുപ്പക്കാരനാണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലൈസർ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. ഭാര്യാപിതാവും സ്വന്തം അപ്പനും എല്ലാം പറഞ്ഞു, മോനെ നീ എവിടെങ്കിലും പോയി ഒരു ജോലി നോക്ക്. പക്ഷേ കുട്ടി പറയുവാണ് അല്ല എനിക്കെന്തെങ്കിലും ചെയ്യണം, വ്യത്യസ്തമായത് എന്തെങ്കിലും ചെയ്യണം. വ്യത്യസ്തനാമൊരു ബാർബറാം ബാലനെ സത്യത്തിലാരും തിരിച്ചറിഞ്ഞില്ല. ആരും തിരിച്ചറിയുന്നില്ല. പക്ഷെ ഒരു അധ്യാപകൻ തിരിച്ചറിയണം. പക്ഷേ പുള്ളിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. തന്നെത്താനെ സ്റ്റെബിലൈസർ ഉണ്ടാക്കി വീടാന്തരം സ്റ്റെബിലൈസർ കൊണ്ട് വിറ്റാണ് കൊച്ചൗസേഫ് ചിറ്റിലപ്പള്ളി, വി ഗാർഡ് ഇലക്ട്രോണിക്സ്, വി ഗാർഡ് ഫാബ്രിക്സ്, വി ഗാർഡ് എൻ്റർടൈൻമെൻ്റ് എല്ലാം തുടങ്ങാൻ ഒരു ഓൺട്രപ്രണർ വരുവാണ്. എന്തുമാത്രം ജീവിതങ്ങളാണ് എന്ത് ചെയ്തത്? മാറ്റിമറിച്ചത്. അവർ ഒരു അധ്യാപകനിൽ നിന്നാണ് ഒരു ജീവിതവും പഠനവും ഒക്കെ ഒരു ആഘോഷമാക്കി മാറ്റുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അത് ഒരു അനുകൂലമായ ഒരു പഠന അന്തരീക്ഷം സൃഷ്ടിക്കണം. പുഞ്ചിരിക്കുന്ന അധ്യാപകൻ,
സ്നേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ഒരു ഭാഷ, ഒരു തെറ്റ് പറ്റുമ്പോൾ സാരമില്ല പോട്ടെ എന്ന് പറയാനുള്ള ഊർജം, ഇതൊക്കെയാണ് ഒരു ഗ്രേറ്റ് ടീച്ചറിനെ സൃഷ്ടിക്കുന്നത്. പിന്നെ കുട്ടികളെ ഇമോഷണലായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂർ ആക്കണം. ഓരോ ആളുകൾ അവരവരുടേതായിട്ടുള്ള മുറിവിൻ്റെ മേഖലകളിൽ പോരാട്ടത്തിലൂടെയൊക്കെ എന്ത് ചെയ്യുക? കടന്നു പോവുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവനവൻ കടമ്പ പൊത്തവും പൊത്തവും, അവനവൻ കടമ്പ പൊത്തവും പൊത്തവും കേട്ടിട്ടുണ്ടോ? അതായത് ചില വൾണറബിൾ പോയിൻറ്റ്സ് ഉണ്ട് നമുക്ക്, അത് പരാമർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഥ കഴിഞ്ഞു. കൊന്നാലും ദേഷ്യപ്പെടാത്ത ഒരു കഥാപാത്രം. പക്ഷെ അമ്മയോ അച്ഛനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിക്കും. എന്താണ്? അമ്മയോ അച്ഛനെ പറ്റി ഒരു വേദന മനസ്സിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ആരെങ്കിലും പരാമർശിച്ചു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സഹിക്കാൻ പറ്റൂല, ഉടനെ പൊട്ടിത്തെറിക്കും. അമ്മയെ ചീത്ത വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ പൊട്ടിത്തെറിക്കും, സഹിക്കാൻ പറ്റൂല. കാരണം എന്താണ്? അതവൻ്റെ ഒരു വൾണറബിൾ പോയിൻ്റാണ്. അപ്പം നമ്മൾ അധ്യാപകർ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യണം? അതൊക്കെ നമ്മൾ ഹീൽ ചെയ്യണം. ടീച്ചിങ് ഈസ് ഹീലിംഗ്. ഈ വാഴ സിനിമയിൽ ഞാനില്ലേ കൂടെ, ഞാനല്ലാതെ മറ്റാര്? ഒരു ഭയങ്കര ഹീലിംഗ് സാധനമാണത്. റെഡി? നമ്മളൊരു അധ്യാപകൻ ഇങ്ങനെയുള്ള ചില വാക്കുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഞാനില്ലേ കൂടെ. 10 തവണ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് വേറെ ആരെന്തൊക്കെ കളിയാക്കിയാലും അവൻ ഓർമ്മയുണ്ട്, ആരുണ്ട് കൂടെ? സാറുണ്ട് കൂടെ. ഭയങ്കരമായ ഒരു ശക്തി അതിനകത്ത് നിന്ന് എന്ത് ചെയ്യുക വരികയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തെല്ലാം പാർഷ്യാലിറ്റി കയറി വരും. ജാതി വരും, മതം വരും, ടെറിറ്ററി വരും, കേരളമാണോ തമിഴ്നാടാണോ എന്നുള്ളത് വരും, ഭാഷ വരും, ഇംഗ്ലീഷും മലയാളം ഹിന്ദി ഏത് ഭാഷക്കാരനാണ്. കേരളത്തിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ചില അസ്വസ്ഥതകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. മറ്റുള്ള ആളുകളിൽ നിന്ന് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അണ്ണാച്ചി, തമിഴ്നാട്ടിൽ നിന്ന് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടി എല്ലാവരും എന്ത് വിളിക്കുക? അണ്ണാച്ചി എന്ന് വിളിക്കുക. ഇങ്ങനെയുള്ള സാധനങ്ങൾ വരും. പിന്നെ പഠിക്കുന്ന കുട്ടിയാണോ പഠിക്കാത്ത കുട്ടിയാണോ, കഴിവുള്ള കുട്ടിയാണോ കഴിവില്ലാത്ത കുട്ടിയാണോ, എന്തെല്ലാം സാധനങ്ങളാണ്. എനിക്ക് ജയലക്ഷ്മിയുടെ ഏതെങ്കിലും ഒരു വേരിയബിൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിയാതെ എനിക്ക് ജയലക്ഷ്മിയുടെ എന്ത് തോന്നും? ഒരു കൂട്ട് തോന്നും. സ്വാഭാവികമാണത്. കാരണം ഞാൻ ജയലക്ഷ്മിയെ പോലുള്ള ഏതോ ഒരാൾ എന്നെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ജയലക്ഷ്മിയെ കണ്ട് ഒന്ന് മിണ്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ജയലക്ഷ്മിയെ എടുത്ത് ഒരു സ്പെഷ്യൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് ഡെവലപ്പ് ചെയ്യുക, ഒരു സ്നേഹം സൗഹൃദം അങ്ങ് ഡെവലപ്പ് ചെയ്യുക. ശ്രദ്ധിക്കണേ, നമ്മുടെ ഉപബോധ മനസ്സാണ് ഇതിനകത്തൊക്കെ എന്ത് ചെയ്യുന്നത്? കളിക്കുന്നത്. ഇതിൻ്റെ എല്ലാം പുറത്തോട്ട് പോയി എല്ലാ കുട്ടികളെയും ജാതിയുടെയും മതത്തിൻ്റെയും കഴിവിൻ്റെയും ഒന്നും പേരിൽ മാറ്റി നിർത്താതെ ഒരുതരം പ്രിഫറൻഷ്യൽ പാർഷ്യാലിറ്റിയാണ് നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെ? ആരാണോ വീക്ക് അവർക്കൊരു എക്സ്ട്രാ കൈത്താങ്ങ് കൊടുത്തുള്ള ഒരു സമീപന രീതി, നല്ല ബന്ധം കുട്ടികളുമായിട്ട്, പിന്നെ ഫണ്ണും തമാശയും ആക്ടിവിറ്റീസും ഒക്കെ എന്ത് ചെയ്യണം? വേണം. ഇനി കുട്ടികൾക്ക് സജീവമായിട്ടുള്ള പങ്കാളിത്തം കൊടുത്തുകൊണ്ട് പഠിപ്പിക്കണം, കളികളിലൂടെ പഠിപ്പിക്കണം. പഠനാനുഭവങ്ങളിൽ എന്തുണ്ടാകണം? വൈവിധ്യം ഉണ്ടാകണം. പുതിയ പുതിയ സംവേദനാത്മക രീതികൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പിന്നെ അർത്ഥപൂർണമായ കണ്ടൻറ്റും എന്ത് ചെയ്യണം? കൊടുക്കണം. എപ്പോഴും കഥ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, എന്തും കൊടുക്കണം, കണ്ടൻറ്റും കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ChatGPT-യുടെ AI-യുടെയൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ എന്തായി? എളുപ്പമായി. കണ്ടൻറ് ഉണ്ടാക്കാനും മെറ്റീരിയൽ ഉണ്ടാക്കാനും എല്ലാം എന്തായി? എളുപ്പമായി. എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സ്ലേവ് ആവാൻ പാടില്ല. നമുക്ക് ഒരു കണ്ടൻറ് റിച്ച്നെസ് ഉണ്ടാവണം. എല്ലാ ദിവസവും പുതിയ ഞാനെങ്ങനെയാണെന്നറിയോ? ഹാപ്പിനെസ് ലൈബ്രറി, മെൻ്റലിസ്റ്റ് ആദി ഒരു വീഡിയോ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പുള്ളിയുടെ ഫുൾ വീഡിയോ ഇരുന്നും കാണുക. പിന്നെ കാരണം ആൾ കൊള്ളാമെന്ന് മനസ്സിലായി. അലെക്സ്പ്ലെയിൻ ഒരു ചാനലാണ് കേരളത്തിലെ. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ അതിനകത്ത് ഒത്തിരി വീഡിയോസ് കണ്ടു. അനുരാഗ് സ്പീക്സ് സൂപ്പർ ചാനലാണ്. നമുക്കിന്ന് ഇതിനൊന്നും ഒരു സോഴ്സിന് കുറവില്ല. നമ്മൾ ആരുടെ അടുത്ത് പോയി പഠിക്കണ്ട. ഇഷ്ടം പോലെ എന്ത് ചെയ്യുവാണ്? ഇരിക്കുവാണ്. നല്ലത് എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി. അത് ഒരു ടീമായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ 25 പേര് ഒരുമിച്ച് വരുമ്പോഴത്തേക്കൊക്കെ ഭയങ്കരമായ ഒരു ആംബിയൻസ് ഉണ്ടാകും. ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഒരു ഗ്രോത്ത് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകണം. കുട്ടികൾക്ക് ഫ്രീഡം കൊടുത്ത് അവരെ ഒരുമിച്ചിരുന്ന് പഠിക്കാനായിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ലേണിംഗ് എൻവയൺമെൻറ്റ്. ഒരു റൈവൽറിങ് കോമ്പറ്റീഷനും എന്ത് ചെയ്യരുത്? വരരുത്. നമ്മളൊരു ടീമാണെന്നുള്ള ബോധത്തോടു കൂടെ ഒരുമിച്ച് ജീവിതം ഒരു സോളോ സോങ് അല്ല, ഒരു ഗ്രൂപ്പ് സോങ് ആണ്. ഓരോ ആളുകളുടെയും ശബ്ദത്തിന് എന്തോ ഉണ്ട്? പ്രാധാന്യമുണ്ട്. എല്ലാം കൂടെ ചേർന്ന് എത്ര ശബ്ദമാകണം? ഒറ്റ ശബ്ദമാകണം. ആ ഒരു രീതിയിൽ പുതിയ ആശയങ്ങൾ, പുതിയ പുത്തൻ ആശയങ്ങൾ കൊണ്ടുവരണം. കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചർ എല്ലാ ദിവസവും ശനിയാഴ്ച പിള്ളേരുടെ കൂടെ ഔട്ടിങ്ങിന് പോവുക. ബാക്കി 5 ദിവസം പഠിക്കുന്ന പാഠങ്ങൾ ശനിയാഴ്ച പോയി കാണുക. ഭയങ്കര പോപ്പുലറായി. അവസാനം പക്ഷേ ബാക്കി എല്ലാവരും കൂടെ പുള്ളിക്കാരിയെ പോയിച്ച് പുറത്ത് അടിച്ച് കളഞ്ഞു. കാരണം ബാക്കി കോമ്പറ്റീഷനായിപ്പോയി. കാരണം ഈ ടീച്ചറിൻ്റെ അടുത്ത് പിള്ളേർക്ക് ഭയങ്കര ജീവനാണ്.
അങ്ങനെയൊക്കെയുള്ള രീതിയിലോട്ട് പോവാതെ ഭയങ്കര പോസിറ്റീവായിട്ട് നമ്മൾ എന്തെങ്കിലും ജിജ്ഞാസയും അന്വേഷണാത്മകതയും കുട്ടികളുടെ ക്യൂരിയോസിറ്റിയും ഒക്കെ പ്രോത്സാഹിപ്പിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ മൊഡാലിറ്റിയിൽ നമുക്ക് പഠനത്തെ കൊണ്ടുവരാനായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. സിൻസിയറായിട്ടുള്ള അപ്രിസിയേഷൻ, ചെറിയ കാര്യങ്ങൾ മതി. ഞാൻ വിളിച്ചുടനെ ഓടി വന്നല്ലോ, മിടുക്കൻ, താനത് ട്രൈ ചെയ്തല്ലോ, ഫൈൻ. വർക്കിൻ്റെ പെർഫെക്ഷൻ നമുക്ക് പ്രധാനമല്ല, ട്രൈ ചെയ്തല്ലോ, ഓടി വന്നല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഭയങ്കരമായ പ്രോത്സാഹനം കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, അങ്ങനെ വരുമ്പോൾ ആനന്ദകരമായ ക്ലാസ് മുറിയിൽ ഭയങ്കര ആവേശമുള്ള കുട്ടികൾ വരും, ഭയങ്കര സംവേദനം, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും. ചോദ്യങ്ങൾ, എന്ത് ചോദ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടാവും. റെഡി? കഴിഞ്ഞ ദിവസം വന്ന നമ്മുടെ റിസോഴ്സ് പേഴ്സൺ സാറ് പറയുമായിരുന്നു, ഒരു കുട്ടി മിസ്ബിഹേവ് ചെയ്തപ്പോൾ എന്താണ്, കുട്ടിയെടുത്ത് തന്നെ ചോദിക്കാം, മോനെ നീ മിസ്ബിഹേവ് ചെയ്തു, ഞാൻ നിനക്ക് എന്ത് പണിഷ്മെൻറ്റ് തരണം എന്നാണ് നീ പറയുന്നത്, അത് ഞാൻ എന്ത് ചെയ്യാം, തരാം. അപ്പം എന്താണ്, പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ വേറൊരു കഥാപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സാർ എനിക്ക് വേണ്ട പണിഷ്മെൻറ്റ് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ എന്നെ കൊണ്ട് ബുക്ക് മൂലയ്ക്ക് കൊണ്ട് വെപ്പിച്ചിട്ട് സാറിൻ്റെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ എൻ്റെ അടുത്ത് സാർ ആവശ്യപ്പെടുക, അതാണ് എനിക്ക് വേണ്ട പണിഷ്മെൻറ്റ്, അത് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അവൻ ബുക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് അപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട്, എഞ്ചിനീയറിംഗ് കോളേജാണ്, പിന്നെ വന്നിരുന്ന് എന്ത് ചെയ്യുവാണ്, നല്ലപോലെ ശ്രദ്ധിക്കുവാണ്. ദിസ് ഈസ് ദ പണിഷ്മെൻറ്റ് ദാറ്റ് ഐ നീഡ്. വേറൊരു അധ്യാപകനെ പറ്റി ഞാൻ ഇങ്ങനെ വായിക്കുമായിരുന്നു. എന്താണ്, ഒരു നീഗ്രോ അധ്യാപകനാണ് കേട്ടോ. അപ്പം ടു സെർവ് വിത്ത് ലവ് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ലോകപ്രശസ്തനായ ഒരു അധ്യാപകൻ. അപ്പോൾ അധ്യാപകൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി എന്ത് ചെയ്യുവാണ്, ക്ലാസ് വാതിലൊക്കെ തട്ടി തെറിപ്പിച്ചുകൊണ്ട് ക്ലാസ്സിനകത്തോട്ട് കയറി നേരെ വന്നിരുന്ന് ഇങ്ങനെ കാലും കയറ്റി ഇരിക്കുക. അപ്പോൾ സാറ് പറയുവാണ്, ആ കൊള്ളാം, പ്രതികരിച്ചില്ല. സാറ് പറയുവാണ്, കൊള്ളാം, നിങ്ങൾ നല്ല കുട്ടികൾ, വെറുതെ സംസാരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിജയിക്കണം, നന്നായിട്ട് പഠിക്കണം, നിങ്ങളുടെ ക്യാരക്ടർ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്, ഫോർ എക്സാമ്പിൾ ഓരോ കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധാപൂർവ്വം ഭയങ്കര ഡീസൻ്റായിട്ട് ചെയ്യണം. ഫോർ എക്സാമ്പിൾ എങ്ങനെയാണ് ക്ലാസ്സിലേക്ക് കയറി വരുന്നതെന്ന് നമ്മുടെ ആ ടോം ഇപ്പോൾ കാണിച്ചു തരും. ടോം മോനെ നീ പുറത്തോട്ടൊന്ന് ഇറങ്ങി കഥകളിലൊന്ന് നോക്ക് ചെയ്ത് കൃത്യമായിട്ട് കയറി വന്ന് മേ ഐ കമിൻ എന്നൊക്കെ ചോദിച്ച് സാറിൻ്റെ പെർമിഷനോടുകൂടെ മേ ഐ സിറ്റ് എന്നൊക്കെ ചോദിച്ച് ഒന്നിരുന്ന് നല്ലൊരു എക്സെപ്ഷണലായിട്ടുള്ള കുട്ടി ചെയ്യുന്ന എങ്ങനെയാണെന്നൊന്ന് കാണിക്കാമോ, നിന്നെ കൊണ്ടത് പറ്റും, നീ നല്ല മോനാ, നല്ല മിടുക്കനാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പുറത്തോട്ട് വിട്ടു. അവൻ നേരെ പുറത്തോട്ട് പോയി കഥകളിൽ നോക്ക് ചെയ്ത് മേ ഐ കമിൻ സാറെന്ന് ചോദിച്ച് അകത്തോട്ട് കയറി വന്നു. അവൻ ഷാൾ ഐ സിറ്റ് എന്ന് സാറിൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഇരിക്കുന്നു. എല്ലാവരും കൂടെ കയ്യടി കൊടുക്കുന്നു. അതാണ് ആര്, മഹാനായ ഒരു നീഗ്രോ അധ്യാപകൻ. വെളുത്ത കുട്ടികളെയാണ് പഠിപ്പിച്ചതെന്ന് ഓർക്കണം. അവർ പുള്ളിയുടെ വലിയ ഫാൻസ് ആയിരുന്നു. പുള്ളിയുടെ ജീവിത അനുഭവങ്ങൾ എഴുതിയ പുസ്തകമാണ് ടു സെർവ് വിത്ത് ലവ്. സിനിമയായി ടു സെർവ് വിത്ത് ലവ് എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ബുക്കുമുണ്ട്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെയുള്ള ഇനി ഓരോരോ തെറ്റുകൾ ഒക്കെ വരുമ്പോൾ നമ്മുടെ തെറ്റുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പാഠങ്ങൾ പഠിക്കണം. അവരുടെ തെറ്റുകളിൽ നിന്ന് എന്ത് ചെയ്യട്ടെ, അവർ പാഠങ്ങൾ പഠിക്കട്ടെ. ഒരു പ്രഷർ ചെയ്യാത്ത, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരിടം അധ്യാപകൻ. എനിക്ക് എന്ത് തെറ്റ് ചെയ്തിട്ടും എൻ്റെ സാറിൻ്റെ അടുത്തോട്ട് എന്ത് ചെയ്യാം, പോവാം. എന്നെ വിമർശിക്കുകയോ എന്നെ രൂക്ഷമായിട്ട് നോക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യാതെ എന്നെ എമ്പതിയോടുകൂടെ സമീപിച്ച് അടുത്ത ലെവലിലോട്ട് വളരാനുള്ള മാർഗ്ഗങ്ങൾ എനിക്ക് എൻ്റെ സാർ എന്ത് ചെയ്ത് തരും, പറഞ്ഞു തരുമെന്നുള്ള ഒരു റോളൊക്കെ ടീച്ചർ എടുക്കുമ്പോഴാണ് ടീച്ചർ ബിക്കംസ് എ കൗൺസിലർ. അതല്ലാതെ ഇന്ന് പോയിൻറ്റ്സ് കൊടുക്കാൻ ടീച്ചറിനെ വേണോ? വേണ്ട. കാരണം പിള്ളേരെന്താണ്, ഒരൊറ്റ ക്ലിക്ക് അടിക്കുമ്പോഴത്തേക്ക് അവർക്ക് ലോകത്തുള്ള വിവരങ്ങൾ മുഴുവൻ ഒറ്റയടിക്ക് ഫ്രണ്ടിൽ വന്നു. ഇതിനെ ഒറ്റ പാരഗ്രാഫ് ആക്കി തരാൻ പറഞ്ഞാൽ പാരഗ്രാഫ്, എസ്സേ ആക്കാൻ പറഞ്ഞാൽ എസ്സേ, ഷോർട്ട് നോട്ട് ആക്കാൻ പറഞ്ഞാൽ ഷോർട്ട് നോട്ട്. നിങ്ങളെല്ലാം പരീക്ഷയുടെ തലേ ദിവസങ്ങളിൽ ChatGPT അതും ഇതുമൊക്കെ നോക്കിയല്ലേ പഠിച്ച് പരീക്ഷ എഴുതിയത്. പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമല്ലല്ലോ, പഠിപ്പിച്ചത് എത്രയോ കുറവ്, നിങ്ങൾ കണ്ടെത്തിയത് എത്രയോ കൂടുതൽ. കാരണം അത്രയ്ക്ക് നമുക്കുണ്ട്. പക്ഷേ ഒരു കൗൺസിലറിൻ്റെ റോള് തോളത്തെ തട്ടാൻ, ഒരു ഹഗ് കൊടുത്ത് സ്വീകരിക്കാൻ. നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് പൂ തന്ന ഹഗ് കൊടുത്ത് സ്വീകരിച്ചു. അത് റോബോട്ടിന് ചെയ്യാൻ പറ്റത്തില്ല. റോബോട്ട് ഹഗ് ചെയ്താലും നമുക്ക് ആ ഫീലിംഗ് എന്ത് ചെയ്യത്തില്ല, ഉണ്ടാവത്തില്ല. അതിന് ടീച്ചർ വേണം നമ്മളെ പ്രചോദിപ്പിക്കാൻ. അങ്ങനെയുള്ള ഒരു ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു സംഭവം വരുമ്പം ആവേശഭരിതമായ ലേണിംഗ്, ഭയങ്കര നേട്ടങ്ങളാണ്. എന്തൊക്കെയാണ് നേട്ടങ്ങൾ? സമ്മർദ്ദമില്ല, ഉത്കണ്ഠയില്ല, ആത്മവിശ്വാസം കൂടുന്നു, എല്ലാവരും ഇമോഷണലി സൗണ്ട് കഥാപാത്രങ്ങളായിട്ട് മാറുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മളൊരു മുറിവേറ്റ പേഴ്സണാലിറ്റി ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ആ ഫ്രസ്ട്രേഷനും മുറിവും നാട്ടുകാർക്കെല്ലാം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കൊടുത്തുകൊണ്ടിരിക്കും.
നമ്മൾ ഇമോഷണലി നമ്മുടെ ആ മുറിവുകളെല്ലാം ഉണക്കി നമ്മൾ ഹീൽഡ് ആയാലോ പിന്നെ നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കും? മുറിവേറ്റ കുട്ടികൾക്കെല്ലാം നമ്മൾ എന്ത് കൊടുത്തുകൊണ്ടിരിക്കും? ഹീലിംഗ് കൊടുത്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൽ നിങ്ങൾ എംഎഡ് പഠിക്കാൻ വേണ്ടി വരുമ്പം എംഎഡ് അല്ല നമ്മുടെ ലക്ഷ്യം, എംഎഡിന് മുകളിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, UGC, JRF, ഭാവിയിലൊരു സ്റ്റാർട്ടപ്പ്, എഡ്യൂക്കേഷണൽ PhD, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡ്സ്, സെമിനാർ പേപ്പർ പ്രസൻറ്റേഷൻ, വർക്ക്ഷോപ്പ് പേപ്പർ പ്രസൻറ്റേഷൻ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്കൂളുകളിലോട്ടുള്ള യാത്ര, ഇതൊക്കെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സ്വപ്നം കണ്ട് മുന്നോട്ട് പോകാൻ. എന്തൊക്കെയാണ് അക്കാഡമിക് നേട്ടങ്ങൾ? അക്കാഡമിക്കലി എല്ലാവരും ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് മാറും. ക്രിട്ടിക്കലായിട്ടുള്ള തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, കൊളാബറേഷൻ, പഠനത്തിലുള്ള താല്പര്യം എന്ത് ചെയ്യും? നമുക്ക് രാവിലെ ഈ വീട്ടിലിരിക്കാൻ തോന്നത്തില്ല, എങ്ങോട്ട് വരാൻ തോന്നും? ക്ലാസ്സിലോട്ട് വരാൻ തോന്നും. റെഡി, കോഴ്സ് തീരല്ലേന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതാണ് അതിനകത്തൂടെ ഉണ്ടാകുന്ന വലിയ ഒരു അത്ഭുതം. അങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ഒരു സ്നേഹത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, നോളജ്, സ്കിൽസ്, വാല്യൂസ് ഇവയെല്ലാം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് പഠനത്തോടൊപ്പം കൂടുതൽ സ്നേഹിക്കാനും വിദ്യാർത്ഥികളെ കൂടുതൽ സ്നേഹിക്കാൻ പ്രാപ്തരാക്കത്തക്ക വിധം നമ്മുടെ സ്നേഹത്തിൻ്റെ ടാങ്ക് എന്ത് ചെയ്യണം? ഫുള്ളാകുന്ന ആനന്ദകരമായ ഒരു പഠനം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ നമുക്ക് കുട്ടികൾക്കാകണം. അങ്ങനെ വരുമ്പോൾ എന്തോ പറ്റുമെന്നറിയാം, പഠനം കുട്ടി എന്ത് ചെയ്യത്തില്ല? നിർത്തത്തില്ല. അവൻ പിന്നെയും പഠിച്ചുകൊണ്ടേയിരിക്കും, അടുത്തടുത്തുള്ള ഡൊമെയിൻസ് അന്വേഷിക്കും, വലിയ സംഭാവനകൾ എന്ത് ചെയ്യും? ലോകത്തിന് നൽകും. ഓരോ കുട്ടിയും അവൻ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണായിട്ട് മാറും. കാൾ റോജേഴ്സിൻ്റെ ഫുള്ളി ഫങ്ഷണൽ പേഴ്സണായിട്ട് മാറും കുട്ടി, ഫുള്ളി ഫങ്ഷണൽ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളിനി ഇങ്ങനെ മുറിവേറ്റ് കിടക്കുവാണെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിൽ നമുക്ക് വൈഫ് ഹസ്ബൻഡിന് മുറിവ് കൊടുത്തുകൊണ്ടിരിക്കും, പിന്നെ മക്കൾക്ക് മുറിവ് കൊടുത്തുകൊണ്ടിരിക്കും, ജോലി ചെയ്യാൻ വേണ്ടി പോകുന്ന ഓഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും, പഠിപ്പിക്കുന്ന കുട്ടികളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും. അതല്ലാതെ നമ്മളങ്ങ് ഫുള്ളി ഫങ്ഷണലായി കഴിയുമ്പം നമ്മൾക്ക് എക്സെപ്ഷണലായിട്ടുള്ള ടീച്ചേഴ്സായിട്ട് മാറാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ജോയ്ഫുള്ളായിട്ടുള്ള ലേണിംഗ് കൊടുക്കാൻ നമുക്ക് പറ്റട്ടെ, ജോയ്ഫുൾ ടീച്ചേഴ്സ് ആകാൻ നമുക്ക് പറ്റട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, വലിയൊരു ജേർണിക്ക് നമുക്ക് തുടക്കം കുറിക്കാം. ചാല് പോലെ തുടങ്ങി തോട് പോലെ, നദി പോലെ, കടൽ പോലെ. ഞാനിങ്ങനെ ഭാവന കാണുകയാണ്, മാർ തിയോഫിലോസ് ട്രെയിനിങ് കോളേജിൽ എംഎഡിന് വരുന്ന കുട്ടികൾ ഭാവിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നത്, വലിയ ട്രെയിനറാവുന്നത്, വലിയ ട്രെയിനിങ് ക്ലാസ്സുകൾ. അർജുൻ്റെ 5000 പേരൊക്കെ പങ്കെടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ പുറയിൽ വന്ന് ജോജു സാറും കൂടെ വന്ന് പങ്കെടുക്കുന്നു. 15,000 പേര് ഒരുമിച്ച് കൂടിയിരിക്കുന്ന പ്രോഗ്രാമിൽ മധുരിമയുടെ പാട്ടിനകത്ത്. അപ്പം നമ്മുടെ അഭിരാമിയുടെ NGO ഓർഗനൈസേഷൻ തിരുവനന്തപുരവും ശംഖുമുഖവും കോവളവും എല്ലാം ക്ലീൻ ചെയ്യുന്ന ഏറ്റവും പവർഫുള്ളായിട്ടുള്ള NGO ആയിട്ട് മാറുന്നു. ജയലക്ഷ്മി ആണെന്നുണ്ടെങ്കിൽ എന്താണ്? ബെസ്റ്റ് ടീച്ചറായിട്ട് സ്കൂളിലും കോളേജിലും പല സ്ഥലങ്ങളിലും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നു. പിന്നെ നമ്മുടെ വിന്ദുജയാണെങ്കിൽ മൾട്ടിപ്പിൾ മേഖലകളിൽ എന്ത് ചെയ്യുവാണ്? വലിയ അടയാളപ്പെടുത്തൽ നടത്തിക്കൊണ്ട് എല്ലാവരും പറയുവാണ് ഭാവിയിൽ ഏത് തിയോഫിലോസും നമ്മുടെ ബിന്ദുജ മാഡം പഠിച്ച തിയോഫിലോസ് കോളേജ്. ഇങ്ങനെയാണ് കോളേജുകൾ അറിയപ്പെടുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കോളേജ് എങ്ങനെ അറിയപ്പെടുന്നത്? ആ കോളേജ് ഒരു ഈച്ചയ്ക്കും പൂച്ചയ്ക്കും പോലും അറിയത്തില്ല. നാട്ടുകാരെല്ലാം എന്തോ പറയും? ലോകത്തുള്ള 10 ലക്ഷം കോളേജുകളിൽ ഒന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പഠിച്ച കോളേജ്. ആ കോളേജ് ആർക്കറിയാം? ആൽബർട്ട് ഐൻസ്റ്റൈനെ പക്ഷേ എല്ലാവർക്കും എന്ത് ചെയ്യാം? അറിയാം. എന്നിട്ട് ഏത് കോളേജ് എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ എന്തോ പറയും? ആൽബർട്ട് ഐൻസ്റ്റൈൻ പഠിച്ച കോളേജ്. ഇപ്പം വിന്ദുജ പഠിച്ച കോളേജ്, ഇപ്പം ജോജു സാറ് പഠിപ്പിക്കുന്ന കോളേജ്, ജോജു സാറ് പ്രിൻസിപ്പലായിരിക്കുന്ന കോളേജ്. ഒരു സുഖമല്ലേ അത്? പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മളെ മീനിങ് എന്ത് ചെയ്യുകയാണ്? കൊണ്ടുവരികയാണ്. ജോയ്ഫുള്ളായിട്ട്, ഹാപ്പി ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട്, സന്തോഷത്തോടെ നമ്മുടെ ഉള്ളിലെ നിധികളെല്ലാം നമുക്ക് പുറത്തെടുക്കാം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.